രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് ചില പെൺകുട്ടികൾക്ക് അയച്ച ഈ ഇത്തരത്തിൽ സന്ദേശം അയച്ചതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വളരെ അതായത് ഈ പെൺകുട്ടികളെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ചില വാട്സപ്പ് സന്ദേശങ്ങളും മറ്റ് ചാറ്റുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെൺകുട്ടികളോട് അതായത് അവരെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ വശംവദരാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ അത്തരം വിവരങ്ങളടങ്ങുന്ന ചാറ്റുകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു, വിശദീകരണം തേടുന്നു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയക്കുന്ന ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അതുകൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ആരോപണങ്ങളും പരാതികളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. രാജി വയ്ക്കണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ രാജി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സലിം മാലിക് കൂടുതൽ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. സലിം, ഇപ്പോൾ നമുക്ക് ഇയാൾ അയക്കുന്ന ചില മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ തെളിവുകൾ ഇപ്പോൾ ഇനി അത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? അനുജ, രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായ കുരുക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആരോപണം വന്നതിന് പിന്നാലെ തന്നെ ഇത്രയും കാലം മറഞ്ഞിരുന്ന പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വരികയാണ്. അത് വോയിസ് ചാറ്റിൻ്റെ രൂപത്തിലാണെങ്കിലും ഫോൺ കോളിൻ്റെ രൂപത്തിലാണെങ്കിലും ഒപ്പം തന്നെ മെസ്സഞ്ചർ ചാറ്റുകൾ, ഫേസ്ബുക്ക് ചാറ്റുകളുടെ രൂപത്തിലായിട്ടുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ക്രീൻഷോട്ട് 2020 ഒരു സഹപ്രവർത്തകയ്ക്ക് അയച്ച മെസ്സേജുകളാണ്. അതിലും ഈ നിലയിലുള്ള ഈ തരത്തിലുള്ള ഈ സ്വഭാവത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ അപ്പുറത്ത് നിന്നും സംസാരിക്കുന്ന ഇളയ പാർട്ടിക്കാരിയാണ്. അവർ പറയുന്നുണ്ട് കുഞ്ഞനിയനെ പോലെയാണ്, പാർട്ടിയിൽ രാഷ്ട്രീയത്തിലെ തൻ്റെ സഹോദരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ എതിർത്തുകൊണ്ട് മറ്റു നിലയിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ചാറ്റിൽ നിന്ന് കാണാം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ, യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതിനു മുൻപ് 2020 അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ഒരു MLA ആണ്. ആ നിലയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയില്ലാത്ത നിലയിലുള്ള ഇത്തരം സംഭാഷണങ്ങൾ അയച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലാണ്. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പോലും കഴിയുമോ എന്നറിയില്ല. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെക്കണമെന്നൊരു നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കേണ്ടി വരുമോ എന്നൊരു വലിയ ചോദ്യം കൂടി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രീൻഷോട്ട് അത് ഈ പാർട്ടിയിൽ തന്നെയുള്ള സഹപ്രവർത്തകയ്ക്ക് അയച്ചതാണോ? അതെ, അതായത് ഈ പാർട്ടിയിൽ തന്നെയുള്ള സഹപ്രവർത്തകർക്ക് അയച്ചു എന്ന് മാത്രമല്ല, അപ്പോൾ ഈ ചില താല്പര്യങ്ങളോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി താൻ എൻ്റെ സഹോദരനാണ്, കുഞ്ഞനിയനാണ്, എൻ്റെ രാഷ്ട്രീയത്തിലെ സഹോദരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മോശമായ രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ആ സ്ക്രീൻഷോട്ടിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഏതെങ്കിലും നിലയിൽ ഒഴിഞ്ഞുമാറാൻ, ഇതുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ, ഇനി എന്ത് വിശദീകരണം നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.